ഭാരതീയ ചികിത്സാ വകുപ്പ് ആയുർവേദ വിഭാഗത്തിന്റെയും നാഷണൽ ആയുഷ് മിഷന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഹെൽത്തി കേരള ക്യാമ്പയിന്റെയും എക്സ്പോയുടെയും പൂഞ്ഞാർ നിയോജക മണ്ഡലതല ഉദ്ഘാടനം മുണ്ടക്കയത്ത് നടന്നു. ആരോഗ്യകരമായ ജീവിതശൈലി ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. മുണ്ടക്കയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൂസമ്മ മാത്യു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ MLA ക്യാമ്പയിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ സാമൂഹിക ജീവിതത്തിൽ ഏറ്റവും അധികം രൂക്ഷവും ഗുരുതരവുമായിക്കൊണ്ടിരിക്കുന്ന പ്രതിസന്ധി നേരിടുന്നത് ആരോഗ്യ മേഖലയാണ്. മുൻകാലത്ത് 10, 40, 50 ഒക്കെ വർഷം മുമ്പ്, അല്ലെങ്കിൽ കുറഞ്ഞതൊരു 30 വർഷമൊക്കെ മുമ്പ് നമ്മുടെ ആളുകൾ ഭൂരിപക്ഷവും അരോഗ ദൃഢഗാത്രരായിരുന്നു. 65-70 വയസ്സുള്ള നമ്മുടെ കാരണവന്മാര് പറമ്പിൽ നന്നായി പണിയുകയും നമ്മുടെ അമ്മച്ചിമാർ വീട്ടിലെ മുഴുവൻ ജോലി എന്ന് പറയുമ്പോൾ ഇപ്പം നമുക്കെല്ലാം ഒരു സ്വിച്ച് ഇട്ടാൽ നടക്കും. മിക്സി ഉണ്ട്, ഗ്രൈൻഡർ ഉണ്ട്, ഫ്രിഡ്ജ് ഉണ്ട് എന്ന് വേണ്ട, അടുക്കളയിലെ ജോലിക്കൊന്നും വലിയ കായിക അധ്വാനം നമ്മുടെ വീട്ടമ്മമാർക്ക് വരുന്നില്ല. മുമ്പ് അങ്ങനെയല്ല. ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും അറിയില്ല. ഇങ്ങനെ ആട്ടണം, കുത്തണം, ഇടിക്കണം, അരയ്ക്കണം. ഇടിക്കണം എന്ന് പറഞ്ഞാൽ അടുത്തുള്ളവരെ ഇടിക്കണം എന്നല്ല കേട്ടോ. കുട്ടികളോട് അമ്മമാർ ഇതൊക്കെ പറഞ്ഞു തരും, ഞാനത് വിശദീകരിക്കാൻ നിൽക്കുന്നില്ല. അപ്പോൾ നമ്മുടെ വീട്ടിനകത്തെ എല്ലാ ജോലികളും, തുണി അലക്കണം, ഇപ്പോൾ വാഷിംഗ് മെഷീനിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മളൊരു സ്വിച്ച് അമർത്തിയാൽ മതി. മുമ്പ് അതല്ല, ഇതെല്ലാം കല്ലിന്മേൽ തല്ലി അലക്കണം, പിഴിയണം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്ക് ആവശ്യമുള്ള കാർഷിക വൃത്തികളായാലും മറ്റിതര പ്രവർത്തനങ്ങളായാലും വീട്ടിനകത്തെ ജോലികളായാലും എല്ലാം നമ്മുടെ ശാരീരിക ശേഷിയെ അടിസ്ഥാനപ്പെടുത്തിയായിരുന്നു നമ്മൾ നിർവഹിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ആ സ്ഥാനത്ത് കായിക ശേഷി ആവശ്യമില്ല, എല്ലാം മെക്കനൈസ്ഡായി, യന്ത്രവൽകൃതമായി. അതിനൊത്തിരി ഗുണമൊക്കെ ഉണ്ട്. പെട്ടെന്ന് കാര്യം നടക്കും, കുറെ കൂടെ ഗുണമേന്മയോടെ നടക്കും. പക്ഷേ അതിന് നമുക്ക് വലിയ അധ്വാനം ഇല്ല, നമുക്ക് ബുദ്ധിമുട്ടില്ല, കഷ്ടപ്പാടില്ല. പക്ഷെ അതിനൊരു ദോഷഫലമുണ്ട്. ആ ദോഷഫലം നമുക്ക് അത്യന്താപേക്ഷിതമായ വ്യായാമം എന്നൊരു കാര്യം ഇല്ലെന്നാവുകയാണ്. മുമ്പ് നമ്മുടെ നാട്ടുമ്പുറങ്ങളിലൂടെ ഒക്കെ പോയാൽ വൈകുന്നേരം. കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PA ഷമീർ മുഖ്യപ്രഭാഷണം നടത്തി. പൂഞ്ഞാർ ആയുർവേദ എപ്പിഡമിക് സെൽ ചെയർമാൻ ഡോക്ടർ പത്മനാഭൻ സ്വാഗതം ആശംസിച്ചു. ചടങ്ങിൽ കോട്ടയം ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീകല, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ അന്നമ്മ വർഗീസ്, അമ്പിളി സജീവൻ, ഈരാറ്റുപേട്ട ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ക്ലിന്റ് അരിപ്ലാക്കൽ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. കൂടാതെ കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സോഫി ജോസഫ്, സിനിമോൾ തടത്തിൽ, മുണ്ടക്കയം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി ഷാജി, പഞ്ചായത്ത് അംഗങ്ങളായ വിപന്യ വിജയൻ, ബെന്നി നെയ്യൂർ, ജെയിംസ് P. ജോസ്, PJ ജോൺസൺ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. വൈവിധ്യമാർന്ന പരിപാടികൾ ക്യാമ്പയിന്റെ ഭാഗമായി പൊതുജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കുമായി വിപുലമായ പരിപാടികളോടെയാണ് ഒരുക്കിയിരുന്നത്. ആരോഗ്യകരമായ ഭക്ഷണ രീതികളെ പരിചയപ്പെടുത്തുന്ന പ്രദർശനം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. ജീവിതശൈലി രോഗനിർണയ ക്യാമ്പും ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി ക്വിസ് മത്സരവും ആരോഗ്യ ബോധവൽക്കരണ ക്ലാസുകളും സംഘടിപ്പിച്ചു. നമ്മുടെ ആരോഗ്യത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഇൻഡിക്കേറ്റർ ആണ് കൃത്യമായിട്ട് മലശോധന ഉണ്ടാകുക എന്നുള്ളത്. അതും ഇപ്പോൾ കുട്ടികളിൽ കാണുന്ന ഒരു പ്രശ്നമാണ്. മലശോധന കൃത്യമായിട്ട് ഉണ്ടാകാത്ത പ്രശ്നമുണ്ട്. പല കുട്ടികൾക്കും മലബന്ധം, ചെറിയ പ്രായത്തിൽ തന്നെ മലബന്ധം ഉള്ള കുട്ടികളെ കാണുന്നുണ്ട്. അപ്പൊ അത് വലിയൊരു സീരിയസ് ആയിട്ടുള്ള ആരോഗ്യ പ്രശ്നമായിട്ട് നിങ്ങൾ കണക്കാക്കണം. കുട്ടികൾക്ക് കൃത്യമായിട്ട് മലശോധന ഉണ്ടാകുന്നില്ലെങ്കിൽ അത് അവർക്ക് ഭാവിയിലേക്ക് ധാരാളം ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കും. അതുകൊണ്ട് തന്നെ അത് മാതാപിതാക്കള് നിങ്ങളുടെ കുട്ടികളോട് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവരുടെ ഇങ്ങനെയുള്ള ആരോഗ്യ കാര്യങ്ങളിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിച്ചു പോവുക എന്നുള്ളതാണ്. ക്വിസ് മത്സര വിജയികൾക്ക് MLA സമ്മാനങ്ങൾ വിതരണം ചെയ്തു. യോഗ ഡാൻസും യോഗ പരിശീലനം എന്നിവ പരിപാടിയുടെ ഭാഗമായി നടന്നു. പൂഞ്ഞാർ എപ്പിഡമിക് സെൽ കൺവീനർ ഡോക്ടർ സൗമ്യ കൃതജ്ഞതയും അർപ്പിച്ചു. ആയുർവേദത്തിലൂടെയും ചിട്ടയായ ജീവിതശൈലിയിലൂടെയും രോഗമുക്തമായ ഒരു കേരളം കെട്ടിപ്പടുക്കുക എന്ന സന്ദേശം പകർന്നു നൽകിയാണ് എക്സ്പോ സമാപിച്ചത്.